Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ട്രെയിനിങ് പ്രോസസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? 3 പ്രോസസ് പറഞ്ഞില്ലേ? നീഡ് അസസ്മെന്റ്, ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം അല്ലേ? ഓക്കെ. മലയാളമല്ലേ ഇംഗ്ലീഷ് ആണോ? ചേട്ടൻ വിളിച്ചില്ല. ഓക്കെ, അപ്പോ ട്രെയിനിങ് പ്രോസസ് ഏതൊക്കെയായിരുന്നു അതിന്റെ സ്റ്റെപ്സ്? നീഡ് അസസ്മെന്റ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡിസൈനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ അല്ലെ? ഈ ഒരു 5 സ്റ്റെപ്പിലൂടെ അല്ലെങ്കിൽ 5 പ്രോസസ്സിലൂടെയാണ് ഒരു ട്രെയിനിങ് കടന്നു പോകുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്താ നമ്മൾ പറഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ പറഞ്ഞത്? നീഡ്സ് അസസ്മെന്റ് അല്ലെ? അസസ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകൾ, ആ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട് അവർ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള എന്തിനു വേണ്ടിയാണ് ആ ഒരു ട്രെയിനിങ് അല്ലെ, അതിന്റെ ആവശ്യകത എന്താണ്, അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പില് മനസ്സിലാക്കിയത്. രണ്ടാമത്തത് എന്താണ്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ആ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഒബ്ജക്റ്റീവ്സിനെ സെറ്റ് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ പ്രോസസ്സ്. തേർഡ് വൺ ആണ് ഡിസൈനിങ് അല്ലെ? തേർഡ് വൺ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. തേർഡ് വൺ ആണ് ഡിസൈനിങ്. ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ത് ചെയ്യുന്നു? ഡിസൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യുകയാണ് തേർഡ് പ്രോസസ്സിൽ പറയുന്നത്. അവിടെ വരെ ക്ലിയർ ആണോ? Okay. Then fourth one ആണ് implementation of the training program. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? ആ ഒരു നീഡ് അസസ് ചെയ്തു അല്ലെ? ആ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യകത മനസ്സിലാക്കി, അതിനനുസരിച്ച് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു, അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ രൂപകൽപ്പന ചെയ്തു, ഒരു ആക്ഷൻ പ്ലാൻ ഒക്കെ തയ്യാറാക്കി അല്ലെ? അപ്പൊ അതിനുശേഷം ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ആ ഒരു ട്രെയിനിങ് പ്ലാനിന്റെ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടപ്പിലാക്കുകയാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടപ്പിലാക്കുന്ന സ്റ്റേജ് ആണ് ഫോർത്ത് വൺ എന്ന് പറയുന്നത്. Once the designing of the training program is concluded, the next step is to put it into action. അപ്പൊ ഒരു പ്രാവശ്യം ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡിസൈൻ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ബ്രേക്ക് ആവുന്നുണ്ടോ? ഒരാൾക്ക് മാത്രമാണോ അത് മറ്റുള്ളവർക്ക് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഒന്ന് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിന്ന് നോക്കണേ. ഓക്കെ, implementation of the training program. Once the training, designing of the training program, ട്രെയിനിങ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡിസൈൻ നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ആയി അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? പുട്ട് ഇൻ ടു ആക്ഷൻ. അത് പ്രാവർത്തികമാക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദ foremost decision that needs to be made is where the training will be conducted either in-house or outside the organization. അപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ ഒരു ട്രെയിനിങ് നമുക്ക് പല രീതിയിൽ കൊടുക്കാം അല്ലെ? പല മെത്തേഡുകൾ ഉപയോഗിച്ച് കൊടുക്കാം. അതിൽ ഇൻഹൗസ് ആയിട്ട് കൊടുക്കണോ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് ഓർഗനൈസേഷനിൽ പരിശീലനം നൽകണോ എന്ന് തീരുമാനിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ഒരു പരിശീലനം നമുക്ക് നൽകാനായിട്ട് നമുക്ക് അവിടെ ഇൻഹൗസ് ആയിട്ട് ആ ഒരു ട്രെയിനിങ് പീരീഡിലുള്ള അല്ലെങ്കിൽ ആ ഒരു ജോബ് എവിടെയാണോ അവർ ചെയ്യുന്നത് അതേ സ്ഥലത്ത് വെച്ച് തന്നെ ട്രെയിനിങ് കൊടുക്കണോ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് പുറത്ത് എവിടെയെങ്കിലും നമ്മൾ ആ ഒരു ട്രെയിനിങ് അറേഞ്ച് ചെയ്യണോ, അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. സോ once it is determined, the time and the time for the training is set along with the trainer who will be conducting the training section. അപ്പോൾ നമുക്ക്
ഒരു ഓർഗനൈസേഷന് തീരുമാനിച്ചു ഒരു ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഏതർ ഇൻഹൗസ് ആയിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കാം എന്ന് നമുക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ ടൈം ഫോർ ദ ട്രെയിനിങ്, അല്ലെ? ആ ഒരു ട്രെയിനിങ് എപ്പോ നടത്തണം, അതിന്റെ സമയം അത് ആരുടെ അനുസരിച്ചാണ് സെറ്റ് ചെയ്യുക? സെറ്റ് അലോങ് വിത്ത് ട്രെയിനർ. ഒരു ട്രെയിനർ വേണം, അതുപോലെ തന്നെ ആ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഒരു സമയവും തീയതിയും ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്, അല്ലെ? ഹു വിൽ ബി കണ്ടക്ടിങ് ദ ട്രെയിനിങ് പ്രോഗ്രാം സെക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ട്രെയിനറിന്റെ കൂടി സൗകര്യം അനുസരിച്ച്, അവരുടെയും കൂടി ലഭ്യതയ്ക്ക് അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു ടൈം ആ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ദ ട്രെയിനീസ് ആർ ഒബ്സർവ് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ ട്രെയിനിങ് പ്രോഗ്രാം ടു സീ ഇഫ് ഇറ്റ്സ് എഫക്റ്റീവ് ആൻഡ് ഈസ് ലൈബിൾ ടു റിറ്റെയിൻ ദ എംപ്ലോയീസ് ഇൻട്രസ്റ്റ്. അടുത്തതിൽ എന്താ പറയുന്നേ? ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ട്രെയിനീസിന്റെ ആ ഒരു പരിശീലനം എത്രത്തോളം അവർക്ക് ലഭിച്ചിട്ടുണ്ട്, അത് തുടർച്ചയായിട്ട് അവിടെ എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ്ലി നിരീക്ഷിക്കുകയാണ് ചെയ്യുക. ത്രൂ ഔട്ട് ദി ട്രെയിനിങ് പ്രോഗ്രാം, ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലുടനീളം നമ്മൾ ആ ഒരു ട്രെയിനീസിന് ഈ ഒരു ട്രെയിനിങ് വഴി എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്, അവർക്ക് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അത് നേടാൻ സാധിച്ചിട്ടുണ്ട്, അവരെ കൃത്യമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ട്രെയിനീസിനെ എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്യുകയും നിരീക്ഷിക്കുന്നു. ആൻഡ് ടു സീ ഇഫ് ഇറ്റ്സ് എഫക്റ്റീവ്, അതായത് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അവർക്ക് ഫലപ്രദമാണോ എന്ന്, നമ്മൾ എഫക്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ഈസ് ഏബിൾ ടു റിറ്റെയിൻ ദ എംപ്ലോയീസ് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ആ എംപ്ലോയീസിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണോ നമ്മൾ ഈ ഒരു ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത് എന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെയും അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം നടപ്പിലാക്കുക അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുകയാണ് ഈ ഒരു സ്റ്റെപ്പിലൂടെ ചെയ്യുന്നത്. അപ്പൊ അവർ പ്രാവർത്തികമാക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അവിടെ നടപ്പിലാക്കുമ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് എവിടെ വെച്ചാണ് ആ ഒരു ട്രെയിനിങ് നടത്തേണ്ടത്. എവിടെ ഇൻഹൗസ് ആയിട്ട് നടത്തണോ, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് പുറമെ നമ്മൾ ആ ഒരു ട്രെയിനിങ് നടത്തണോ, അതാണ് ആദ്യമായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഏത് സമയത്ത്, അതായത് ആ ഒരു ട്രെയിനർ ആരാണോ ആ ഒരു സെഷന് വേണ്ടിയുള്ള അവിടെ ട്രെയിനീസിന് പരിശീലനങ്ങൾ നൽകാൻ വരുന്ന വ്യക്തി, ആ ട്രെയിനറിന്റെ ലഭ്യതയും അവരുടെ സമയവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു കൃത്യമായ ഒരു ടൈം സെറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ഇതിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താൽ അതിലുടനീളം ആ ഒരു ട്രെയിനീസിന്റെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? തുടർച്ചയായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. Okay. എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓൾസോ ദ ട്രെയിനീസ് ആർ ഒബ്സർവ്ഡ് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ ട്രെയിനിങ് പ്രോഗ്രാം. ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉടനീളം ആ ട്രെയിനീസിന്റെ കാര്യങ്ങളെ കുറിച്ച്, അല്ലെ, അവരുടെ ഓരോ കാര്യങ്ങളെയും നമ്മൾ നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ട്രെയിനിങ് അവർക്ക് വളരെ എഫക്റ്റീവ് ആണോ, ഫലപ്രദമാണോ, ആ എംപ്ലോയീസിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു പരിശീലനമാണോ നമ്മൾ നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുകയാണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാമിൽ പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം. ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അതിനുള്ള റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, then last step ആണ് evaluation of the training program.
ട്രെയിനിങ് പ്രോഗ്രാമിനെ കൃത്യമായിട്ട് ഇവാലുവേഷൻ നടത്തുക അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുക. After the training is done, the employees are requested to give their feedback on the training section and whether they found it useful or not. But a training program നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെ, നമ്മൾ നടപ്പിലാക്കി അല്ലെങ്കിൽ അതവിടെ പ്രാവർത്തികമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് കണ്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രെയിനിങ് പൂർത്തിയായി കഴിഞ്ഞു കഴിയുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് അവരൊരു ഫീഡ്ബാക്ക് തരാനായിട്ട്. അതായത് ട്രെയിനിങ് സെക്ഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് അത് വളരെ യൂസ്ഫുൾ ആയോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ഫീഡ്ബാക്ക് തരാനായിട്ട് അവിടുത്തെ എംപ്ലോയീസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. And the feedback an organization can determine the weak spot if there are any and can correct it in next session. അപ്പൊ നമുക്ക് ഈ ഒരു ഫീഡ്ബാക്കിലൂടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ള ആ ഒരു ട്രെയിനിങ് സെക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലെ വീക്ക് പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും നമുക്കത് പിന്നീടുള്ള നെക്സ്റ്റ് സെക്ഷനുകൾ വരുമ്പോൾ അത് കറക്റ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. Evaluation of the training program is compulsory because companies invest huge amounts in these sessions and must know its effectiveness in terms of money. അപ്പോൾ ഇവിടെ ട്രെയിനിങ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻസ് അല്ലെങ്കിൽ മൂല്യനിർണ്ണയങ്ങൾ അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുമ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ കമ്പൽസറി ആയിട്ട് ഈ ഒരു ഇവാലുവേഷൻ നടത്തണം എന്നാ പറയുന്നത്. കാരണം എന്താ, അവിടുത്തെ കമ്പനികള് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ഈ ഒരു ട്രെയിനിങ് സെക്ഷന് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിക്ഷേപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എന്തിനു വേണ്ടിയാണ് ആ ഒരു ഹ്യൂജ് എമൗണ്ട് നിക്ഷേപിക്കുന്നത്? ഇതിലൂടെ നല്ല പരിശീലനങ്ങൾ ലഭിച്ച ജീവനക്കാര് നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതവർക്ക് അതിലൂടെ നല്ല വരുമാനത്തിലൂടെ തിരികെ ആ ഒരു പ്രോഫിറ്റ് കിട്ടുന്നത് കൊണ്ടാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ഹ്യൂജ് എമൗണ്ട് ആണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മസ്റ്റ് നോ ഇറ്റ്സ് എഫക്റ്റീവ്നെസ് ഇൻ ടേംസ് ഓഫ് മണി. അപ്പൊ ഈ ഒരു ഇത്രയും പണം അവർ ചിലവാക്കുന്നത് കൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇതിന്റെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട്, എംപ്ലോയീസിന് അത് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നൊക്കെ അറിയുന്നത് വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവാലുവേഷൻ ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാമിൽ പറയുന്നത് ഒരു ട്രെയിനിങ് സെക്ഷൻ കണ്ടക്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ആയാൽ അല്ലെങ്കിൽ ഇത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ എംപ്ലോയീസിനോട് എന്ത് റിക്വസ്റ്റ് ചെയ്യും? അവർക്ക് ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ യൂസ്ഫുൾ ആയോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരോട് ഒരു ഫീഡ്ബാക്ക് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന ഫീഡ്ബാക്കിലൂടെ ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാനും നെക്സ്റ്റ് സെക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അത് ഇനി അടുത്തൊരു ട്രെയിനിങ് സെക്ഷൻ വരുമ്പോൾ അത് നമുക്ക് അതിലൂടെ കറക്റ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഇവാലുവേഷൻ ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇവാലുവേഷൻ ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം ഈസ് കമ്പൽസറി. കാരണം എന്തുകൊണ്ടാ? കമ്പനീസ് ഇൻവെസ്റ്റ് ഹ്യൂജ് എമൗണ്ട്സ് ഇൻ ദിസ് സെക്ഷൻ. ഈ ഒരു സെക്ഷന് വേണ്ടി അതായത് അവിടുത്തെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി കമ്പനികൾ ഒരു ഹ്യൂജ് എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിക്ക് അതറിയാനുള്ള അവകാശമുണ്ട്. ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ അവർക്ക് യൂസ്ഫുൾ ആയോ, അത് അവർക്ക് എഫക്റ്റീവ് ആണോ എന്നൊക്കെ അറിയാനും അത് നിർബന്ധമായിട്ടും ഈ ഒരു ഇവാലുവേഷൻ പ്രോസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വായിച്ചു നോക്കിയേ 5th one. ഓക്കെ അപ്പൊ നമ്മൾ 5 സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയി കേട്ടോ. ഒരു ട്രെയിനിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട 5 സ്റ്റെപ്സ് ആണ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ട്രെയിനിങ് മെത്തേഡ്സ്. എന്തൊക്കെ രീതിയിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കാം അല്ലെ? ട്രെയിനിങ് മെത്തേഡ്സ് ആണ് പറയുന്നത്. There are 2 types of training methods. 2 ടൈപ്പ് ട്രെയിനിങ് മെത്തേഡ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സും സെക്കൻഡ് വൺ ആണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സും. ഫസ്റ്റ് വൺ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്, ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ പ്രത്യേകത എന്ന് പറയാൻ പറ്റുമോ? ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
കേട്ടിട്ടുണ്ടോ ഇത് എവിടെയെങ്കിലും? ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് അല്ലെങ്കിൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ പ്രത്യേകത? ഇത് എവിടെയായിരിക്കും നമ്മൾ കൊടുക്കുക? ഇൻസൈഡ് ആയിട്ടാണോ അല്ലെങ്കിൽ ഇൻഹൗസ് ആയിട്ടാണോ ഔട്ട്സൈഡ് ആയിരിക്കും? എവിടെയായിരിക്കും? അത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓൺ ദ ജോബ് ഇൻഹൗസ് ആയിട്ടാണ് അടുത്ത അല്ലെ. അതായത് വർക്ക് പ്ലേസ് അവരെവിടെയാണോ ജോലി ചെയ്യുന്നത് ആ വർക്ക് പ്ലേസിൽ നമ്മൾ അവിടെ പരിശീലനം ആ വർക്ക് പ്ലേസിൽ തന്നെയാണ് കൊടുക്കുന്നത്. അതാണ് ഈ ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് സെക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് ഓൾസോ നോൺ ആസ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഈ ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് job instruction training എന്നും അറിയപ്പെടുന്നു. And this training is most commonly used as a method where the individual is placed on a regular job and taught about the skills and vital things to perform the job. ഈ ഒരു ട്രെയിനിങ് മെത്തേഡിലൂടെ training is most commonly used as a method where the individual is placed on a regular job. അവർ പതിവായിട്ട് എവിടെയാണോ ജോലി ചെയ്യുന്നത് അതേ വർക്ക് പ്ലേസിൽ തന്നെ അവരെ ഇരുത്തുകയും അവിടെ വെച്ച് അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ കൊടുക്കുകയും about the skills and vital things to perform the job. ആ ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലും അതുപോലെ സുപ്രധാനപ്പെട്ട മറ്റ് ഇൻസ്ട്രക്ഷൻസും അവർക്ക് എന്ത് ചെയ്യുന്നു? ആ വർക്ക് ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെ അവർക്ക് ട്രെയിനിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിനെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നു ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് കൂടി അറിയപ്പെടുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണേ. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്നറിയപ്പെടുന്നു. എന്താണ് ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്? ട്രെയിനിങ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇൻഡിവിജ്വലി പ്ലേസ്ഡ് ഓൺ എ റെഗുലർ ജോബ് അവരെവിടെയാണോ പതിവായിട്ട് ജോലി ചെയ്യുന്നത് അതേ വർക്ക് പ്ലേസിൽ തന്നെ അവരെ ഇരുത്തിക്കൊണ്ട് അവർക്ക് ആ ഒരു വർക്ക് പ്ലേസിൽ തന്നെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയും അതിലൂടെ അവർക്ക് ആ ഒരു ജോലി ചെയ്യാനായിട്ടുള്ള ഒരു ജോലി നന്നായിട്ട് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലുകളും അതുപോലെ തന്നെ വൈറ്റൽ എന്ന് പറഞ്ഞാൽ സുപ്രധാനമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും നമ്മൾ അവർക്ക് ആ ഒരു ട്രെയിനിങ്ങിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. അതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. അപ്പൊ ഇവിടെ അവരുടെ വർക്ക് പ്ലേസിൽ നിന്ന് അവർ ഒരിക്കലും മാറ്റിയിട്ടല്ല, ഇൻഹൗസ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി ഓരോ ടൈപ്പുകൾ അല്ലെങ്കിൽ ഓരോ അതിൽ ഉൾപ്പെടുന്ന കുറെ മെത്തേഡുകളുണ്ട്. അതാണ് ഇനി നമ്മൾ ഓരോന്നും നോക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? അടുത്തത് there are some of the on the job training methods. അപ്പൊ കുറച്ച് അധികം ടൈപ്പുകൾ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്ന ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡിൽ ഉൾപ്പെടുന്ന കുറച്ച് മെത്തേഡുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ജോബ് റൊട്ടേഷൻ. ഈ ഭാഗമൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ്സ് ഫ്രം വൺ ജോബ് ടു അനദർ. അതായത് ഇപ്പൊ നിങ്ങൾ ബാങ്കുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോ എന്തായിക്കോട്ടെ ഏതൊരു സ്ഥാപനം ആയിക്കോട്ടെ അവിടെ ഇവിടെ ഈ ഒരു ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു ദിവസം ഒരു പൊസിഷനിലായിരിക്കും ഇരിക്കാം. ഇപ്പൊ ഒരു മാനേജർ പൊസിഷനിൽ ഇരിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ഇരിക്കുന്ന ആളായിരിക്കാം. അവരുടെ ജോലി എന്ത് ചെയ്യുന്നു? ഓരോ ദിവസവും റൊട്ടേറ്റ് ചെയ്യും. ബാങ്കിലെ ജീവനക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഒരാൾ ഇന്ന് ക്യാഷിലാണെങ്കിൽ മറ്റൊരാൾ ചിലപ്പോൾ ഫ്രണ്ട് ഡെസ്കിലായിരിക്കും. കണ്ടിട്ടുണ്ടോ അങ്ങനെ? അവർ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ റൊട്ടേഷൻ നടത്താണ്. അതായത് ഇന്നൊരു ദിവസം നമ്മളൊരു ക്യാഷിലാണ് ഇരിക്കുന്നത്, അടുത്ത ദിവസം നമ്മൾ മറ്റേതെങ്കിലും പൊസിഷനിലായിരിക്കും ഇരിക്കുക. അപ്പൊ അവരുടെ ജോലി എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആ ജോബ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? എന്താണ് ഒരു പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് ഒരു ബെനിഫിറ്റ് ആ എംപ്ലോയിക്ക് കിട്ടുക? എന്തായിരിക്കും ഒരു ബെനിഫിറ്റ് കിട്ടുക? എന്നാലോചിച്ച് നോക്കി. എന്തായിരിക്കും? ആ ഒരു സ്ഥാപനത്തിലെ ജോലി എല്ലാ പൊസിഷനിലും ഇവർ ഇരിക്കുന്നുണ്ട് അല്ലെ. അവർക്ക് ഓരോ ദിവസം മാറി 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 ഇരിക്കുകയാണ് അല്ലെ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പൊസിഷൻ മറ്റുള്ള ജോലി അവർ സ്ഥിരം ചെയ്യുന്ന ഒരു ജോലി ഉണ്ടാവാം, അത് കൂടാതെ മറ്റുള്ള ജോലികളെ കുറിച്ചും കൂടിയുള്ള ഒരു അറിവ് അവർക്ക് കിട്ടുന്നില്ലേ?
കിട്ടുന്നുണ്ടോ? മറ്റുള്ള ജോലികളെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടുന്നുണ്ട്. ആ എംപ്ലോയീസിന്റെ വർക്ക് എത്രത്തോളം ഉണ്ട്, അതെ, അതിലും സ്കിൽ, എല്ലാത്തിലും സ്കില്ല് കിട്ടും. ശരിയാണ് അല്ലെ? അപ്പൊ എല്ലാത്തിലും സ്കില്ല് കിട്ടും. അതുപോലെ തന്നെ അറിവും വർദ്ധിക്കാൻ പറ്റും. അതോടൊപ്പം ആ ജോലിയുടെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട് കോംപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനോടൊരു ബഹുമാനം തോന്നിക്കാനും ഈ ഒരു ജോബ് റൊട്ടേഷൻ വഴി സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? നോക്കിയപ്പോ ജോബ് റൊട്ടേഷൻ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ് ദ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനീസ് ഫ്രം വൺ ജോബ് ടു അനദർ. ആ സ്ഥാപനത്തിലെ തന്നെ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് ഇവരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. The trainee receives job knowledge and gains experience from his supervisor or trainer. അവർക്കൊരു സൂപ്പർവൈസർ ഉണ്ടാവും, അവരുടെ ഹെഡായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും. ആ സൂപ്പർവൈസർ അല്ലെങ്കിൽ ആ ട്രെയിനറിൽ നിന്നും അവർക്ക് ഓരോ ജോബിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള നോളജും അറിവും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായകമാണ്. And this type of training gives an opportunity to the trainee to understand the complications of employees in another job. അല്ലെ, അതർ ജോബ്, മറ്റ് ആ സ്ഥാപനത്തിലെ മറ്റ് ജോലി ചെയ്യുന്ന ആളുകളുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് അവരുടെ ജോലി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെ, ആ റെസ്പെക്ട്, അതിനെ ബഹുമാനിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് ആ ഒരു ട്രെയിനീസിനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ഏതൊക്കെ പൊസിഷനുകളിൽ ഇരുന്നിട്ടുണ്ടോ ആ ജോബുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നോളജും അറിവും എക്സ്പീരിയൻസും ഒക്കെ അവർക്ക് അവരുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ ട്രെയിനറിൽ നിന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗെയിൻ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അവർക്ക് ഈ പറയുന്ന മറ്റ് എംപ്ലോയീസ് ചെയ്യുന്ന മറ്റ് ജോബുകളിൽ കൂടിയും ഇവർ ട്രാൻസ്ഫർ ആയി ആ ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ആ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം. നമുക്ക് നമ്മൾ നോക്കും, എല്ലാവരും നോക്കും, നമുക്ക് മനസ്സിലാവില്ല അല്ലെ? നമ്മൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്നു, ഒരു ഫ്രണ്ട് ഡെസ്കിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ആ ഒരു ജോലിയെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാവും. നമുക്ക് സ്വാഭാവികമായിട്ടും മറ്റു ജോലികൾ നോക്കുമ്പോൾ അത് വളരെ സിമ്പിൾ ആണല്ലോ എന്നൊക്കെ തോന്നാം അല്ലെ? പക്ഷെ ആ ഒരു ജോലിയിലേക്ക് കടന്ന് അത് ചെയ്യുമ്പോഴാണ് അതിൽ എത്രത്തോളം കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ജോബ് റൊട്ടേഷൻ വെക്കുമ്പോ അവിടെയുള്ള ഓരോ ജോലി ചെയ്യുന്ന ആളുകളുടെയും ജോലിയുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് എത്രത്തോളമാണ്, അവിടെ നമ്മൾ എന്തൊക്കെ ജോലികൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യണം, അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ തരത്തിലുമുള്ള ജോലികളിലും എല്ലാവരും നല്ല നോളജും സ്കില്ലും ഉള്ളവരായി മാറാനും ഓരോ ജോലിയെയും റെസ്പെക്ട് ചെയ്യാനും ഈ ഒരു ജോബ് റൊട്ടേഷൻ വഴി സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി ജോബ് റൊട്ടേഷൻ. Okay. Then second method ആണ് coaching. Coaching എന്താ? The trainee is assigned to a particular supervisor who acts as a coach in training the individual. ആ ഒരു ഇൻഡിവിജ്വൽ, ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായ സൂപ്പർവൈസറിനെ നമ്മൾ നിയോഗിക്കുകയാണ് അല്ലെങ്കിൽ നിയമിക്കുന്നു. ആ സൂപ്പർവൈസർ ആണ് ആ ഒരു ഇൻഡിവിജ്വലിനെ പരിശീലനം നൽകുന്ന കോച്ചായിട്ട് പ്രവർത്തിക്കുന്നത്. And the supervisor provides feedback to the trainee on his performance and provides him with some suggestions for improvement. ആ ഒരു കോച്ച് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു സൂപ്പർവൈസർ ആണ് കോച്ച് എന്ന് പറയുന്നത് അല്ലെ? ആ ഒരു കോച്ച് എന്ത് ചെയ്യും? അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടോ എന്നൊക്കെ വിലയിരുത്തി അവർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള സജഷൻസും ആര് നൽകുന്നുണ്ട്? ഈ ഒരു കോച്ച് ആ ഒരു ട്രെയിനിക്ക് നൽകുന്നുണ്ട്. ഒരു കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. The trainee is assigned to a particular supervisor who acts as a coach in the training the individual. ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. ആ ഒരു സൂപ്പർവൈസർ ആണ് ആ ഒരു ഇൻഡിവിജ്വലിനെ ട്രെയിൻ ചെയ്യാനായിട്ടുള്ള കോച്ചായിട്ട് പ്രവർത്തിക്കുക. ആ കോച്ച് എന്ത് ചെയ്യും? അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വിലയിരുത്തുകയും കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ കൊടുക്കുകയും ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള സജഷൻസ് നൽകുകയാണ് കോച്ചിങ് മെത്തേഡിലൂടെ ചെയ്യുന്നത്. ക്ലിയർ ആണോ കോച്ചിങ് മെത്തേഡ്? വേഗം നോക്കി. Okay. Then third one ആണ് job instruction.
Job instruction, this method also known as step-by-step training. Underline ചെയ്തിട്ടേ job instruction method നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് step-by-step training എന്ന് പറയുന്നത്. Under this method, the trainer explains to the trainee the way of doing the jobs, knowledge and skill, and enable him to do the job. ഇവിടെ എല്ലാം ഒരുമിച്ച് അങ്ങ് പറഞ്ഞു കൊടുക്കാല്ല, വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങള് ട്രെയിനർ എന്ത് ചെയ്യുന്നു, ആ ഒരു ട്രെയിനിക്ക് പറഞ്ഞു കൊടുക്കാണ്. ഈ ഒരു മെത്തേഡിലൂടെ the trainer explain to the trainee the way of doing the job. എങ്ങനെ ആ ഒരു ജോലി ചെയ്യണം, എങ്ങനെ നമുക്ക് അതിലൂടെ നോളജ് വർദ്ധിപ്പിക്കാം, എങ്ങനെ നമുക്ക് സ്കില്ല് വർദ്ധിപ്പിക്കാം, and enable him to do the job. ആ ഒരു ജോലി ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കി എടുക്കുകയാണ് ജോബ് ഇൻസ്ട്രക്ഷൻ മെത്തേഡിലൂടെ ചെയ്യുന്നത്. അപ്പൊ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരുമിച്ചല്ല പറഞ്ഞു കൊടുക്കുന്നത്, ഓരോ സ്റ്റെപ്പ് പഠിച്ചു കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ്, അങ്ങനെ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ആ ഒരു ജോലി ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുകയാണ് ഈ ഒരു ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങിലൂടെ ചെയ്യുന്നത്. The trainer appraises the performance and provide information and correct the trainings. അപ്പൊ ആ ഒരു ട്രെയിനർ എന്ത് ചെയ്യുന്നു, അവരെ നന്നായിട്ട് പെർഫോം ചെയ്താൽ അവരെ എന്ത് ചെയ്യുന്നു, പ്രശംസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തെറ്റുകൾ ചെയ്തെന്ന് കണ്ടാൽ അത് തിരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ജോബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ട്രെയിനിങ്. അത് തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് വളരെ ഒരു സ്റ്റെപ്പ് നന്നായിട്ട് അവർ പെർഫോം ചെയ്തോ എന്ന് മനസ്സിലാക്കി അത് ഓക്കെ ആണെങ്കിലാണ് അവർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് അവരെ കടത്തി വിടുള്ളൂ. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്ക് ആവശ്യമായ ഒരു ജോബ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ ആവശ്യമായ അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ നോളജും സ്കില്ലും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ആ ഒരു ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ അതിൽ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ നന്നായിട്ട് പെർഫോം ചെയ്താൽ അതിനനുസരിച്ചുള്ള ഒരു പ്രശംസയും അവാർഡുകളും ഒക്കെ അവർക്ക് നൽകും. അതുപോലെ തന്നെ കൃത്യമായ ഇൻഫർമേഷൻസ് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യും. നോക്കിയേ ജോബ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് committee assignment. Committee assignment എന്തായിരിക്കും? Under this method, a group of trainees is tasked to solve an actual organization problem. അതായത് ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിനെ നമുക്ക് ഒരു പ്രോബ്ലം കൊടുക്കുകയാണ്. അത് ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ആക്ച്വൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് അവർക്ക് സോൾവ് ചെയ്യാൻ കൊടുക്കുന്നത്. ആ ഒരു പ്രോബ്ലം അവർ ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിനാണ് കൊടുക്കുക. ആ ഗ്രൂപ്പായിട്ട് അവർ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഗ്രൂപ്പായിട്ട് നല്ല കോപ്പറേറ്റ് ചെയ്ത് നല്ല കൊളാബറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അവർ അതെന്ത് ചെയ്യുന്നു, ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. The trainees solve the problem together and develop teamwork and unity. അപ്പൊ ഇവിടെ ഈ ട്രെയിനീസ് എന്ത് ചെയ്യുന്നു, ആ ഒരു ആക്ച്വൽ ഓർഗനൈസേഷണൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യണം. അപ്പൊ ഒരുമിച്ച് നിന്നുകൊണ്ട് കൃത്യം ആ ഒരു ടീം വർക്കോട് കൂടി പ്രവർത്തിച്ച് അവരൊരു യൂണിറ്റിയോടുകൂടി അല്ലെ ഒരു ഐക്യതയോടുകൂടി പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോബ്ലത്തെ ഒരുമിച്ച് നിന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് കമ്മിറ്റി അസൈൻമെന്റിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡാണ്. ഗ്രൂപ്പ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിനാണ് ഒരു പ്രോബ്ലം കൊടുക്കുന്നത്. ആ ഒരു പ്രോബ്ലം സിറ്റുവേഷൻ ഇവർ എങ്ങനെ സോൾവ് ചെയ്യും, അതിനുവേണ്ടി എല്ലാവരുടെയും കോർഡിനേഷൻ ആവശ്യമാണ് അല്ലെ. അപ്പൊ എല്ലാവരും ടുഗദർ ആയിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയും അതിലൂടെ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പൊ അതിലൂടെ അവർക്കൊരു പരിശീലനം നൽകുന്നത് ഒന്നാമത്തെ കാര്യം എല്ലാവരുടെയും ആ ഒരു കോർഡിനേഷൻ ഒരുമിച്ച് നിർത്താനുള്ള ഒരു ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ ഒരു ടീം വർക്ക് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ആ ഒരു സ്ഥാപനത്തിലെ മെമ്പേഴ്സിന്റെ ആ ഒരു യൂണിറ്റിയും നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ കമ്മിറ്റി അസൈൻമെന്റ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ഇത്രയുമാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിൽ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിളുകൾ കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ആണ് ഓഫ് ദ ജോബ് മെത്തേഡ്. ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? എന്താണ് അതിന്റെ പ്രത്യേകത ഓഫ് ദ ജോബ് മെത്തേഡ്?
ഓഫ് ദ ജോബ് മെത്തേഡ് എങ്ങനെയായിരിക്കും? ഇതെവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്? മറ്റേത് ഇൻഹൗസ് ആയിട്ടാണ് പറഞ്ഞില്ലേ? ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ അല്ലേ? നോക്കി, അണ്ടർ ദിസ് മെത്തേഡ് ഓഫ് ട്രെയിനിങ് അവരുടെ വർക്ക് എൻവയോൺമെന്റിന് പുറത്ത് വെച്ചായിരിക്കും നമ്മൾ ഈ പരിശീലനം നൽകുക അല്ലെ? അത് തന്നെയാണ്. Under this method of training, the trainee is removed from the job setting and concentrates on learning the material related to his future job performance. അപ്പൊ ഇവിടെ ഓഫ് ദ ജോബ് മെത്തേഡില് പ്രധാനമായിട്ടും ഇവിടെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ട്രെയിനി ഈസ് റിമൂവ്ഡ് ഫ്രം ദ ജോബ് സെറ്റിംഗ്. അവർ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവരുടെ ആ ഒരു വർക്ക് എൻവയോൺമെന്റിൽ നിന്നോ മാറി അല്ലെ പുറത്ത് എവിടെയെങ്കിലും വെച്ചായിരിക്കും നമ്മൾ ഈ ഒരു പരിശീലനം നൽകുക. ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ ലേണിംഗ് ദ മെറ്റീരിയൽ റിലേറ്റഡ് ടു ഹിസ് ഫ്യൂച്ചർ ജോബ് പെർഫോമൻസ്. അവർക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫ് ദ ജോബ് മെത്തേഡ് അല്ലെങ്കിൽ ട്രെയിനിങ് മെത്തേഡുകൾ നൽകുന്നത്. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിളുകൾ അല്ലെങ്കിൽ കുറച്ച് മെത്തേഡുകൾ ഇതിന് കീഴിൽ വരുന്നവയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ ചോദിച്ചാൽ ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഒരു ഓഫ് ദ ജോബ് മെത്തേഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ജോബ് സെറ്റിംഗിൽ നിന്നും റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ആ ഒരു അവരുടെ വർക്ക് ആക്ച്വലായിട്ട് അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഓഫ് ദി ജോബ് മെത്തേഡിൽ പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡിലൂടെ അവർക്ക് ഭാവിയിലേക്ക് അവരുടെ ജോബുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കൃത്യമായിട്ട് പഠിക്കാനും അതിനനുസരിച്ചുള്ള നോളജും സ്കില്ലും ഒക്കെ കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമാണ് ഓഫ് ദി ജോബ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിലൂടെ കീഴിൽ വരുന്ന കുറച്ച് മെത്തേഡുകളുണ്ട്, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് വെസ്റ്റിബ്യൂൾ ലേണിംഗ്. വെസ്റ്റിബ്യൂൾ ലേണിംഗ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് ദ ആക്ച്വൽ വർക്ക് കണ്ടീഷൻസ് ആർ റിക്രിയേറ്റഡ് ഇൻ എ ക്ലാസ് റൂം. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി അവരുടെ വർക്കിംഗ് പ്ലേസിലല്ല നമ്മൾ ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ? പറഞ്ഞില്ലേ, വർക്കിംഗ് പ്ലേസിലല്ല, അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു പ്ലേസിലല്ല ട്രെയിനിങ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങില് in this method actual work conditions are recreated in a classroom. ഒരു ക്ലാസ് റൂമിൽ എവിടെയാണോ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ആ ക്ലാസ് റൂമില് അവരുടെ യഥാർത്ഥത്തിലുള്ള വർക്ക് കണ്ടീഷൻ എങ്ങനെയാണോ അന്തരീക്ഷം എങ്ങനെയാണോ അത് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടാവും. ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള വർക്ക് കണ്ടീഷൻ അവരുടെ അതല്ല, പക്ഷെ അവിടുത്തെ ഒരു എൻവയോൺമെന്റ് അന്തരീക്ഷം എങ്ങനെയാണോ അല്ലെങ്കിൽ ആ ഒരു വർക്ക് കണ്ടീഷൻ എങ്ങനെയാണോ അത് നമ്മൾ ഈ ഒരു ക്ലാസ് റൂമിൽ എന്ത് ചെയ്യുന്നു, റീക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ദി മെറ്റീരിയൽസ്, ഫയൽസ് ആൻഡ് നീഡഡ് എക്യുപ്മെന്റ് ആർ ഓൾസോ യൂസ്ഡ് ഇൻ ദിസ് ട്രെയിനിങ്. അതുപോലെ തന്നെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ഫയലുകള്, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ആവശ്യമാണെങ്കിൽ അത് എല്ലാം നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. Then this type is used for training personnel for clerical and semi-skilled job. ക്ലറിക്കൽ പരമായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സെമി സ്കിൽഡ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒരു ട്രെയിനിങ് ടൈപ്പ് കൂടുതലായിട്ടും ഉപയോഗപ്രദമായിട്ട് വരുന്നത്. അപ്പൊ അവര് എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ ഉപയോഗിക്കുന്ന ഫയലുകളായിക്കോട്ടെ, അവരുപയോഗിക്കുന്ന മെറ്റീരിയൽ ആയിക്കോട്ടെ, അവരുപയോഗിക്കുന്ന എക്യുപ്മെന്റുകളായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഈ ഒരു ട്രെയിനിങ് സെക്ഷനിൽ യൂസ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. Okay. Then second one ആണ് റോൾ പ്ലേ. കേട്ടിട്ടുണ്ടോ റോൾ പ്ലേ? കേട്ടിട്ടുണ്ടോ? അവർ വേർഡ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, കുറച്ച് പേര് കേട്ടിട്ടുണ്ട്. ശരി. Role playing, it is defined as a method of human interaction that involves realistic behavior in an imaginary situation. നോക്കി, അപ്പൊ ഒരു റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ
നിങ്ങൾക്കൊരു പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവര് എന്ത് ചെയ്യാറുണ്ട്? ഓരോ സിറ്റുവേഷൻസിനെ വീട്ടിൽ അനുകരിക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഒരു ടീച്ചറും കുട്ടികളൊക്കെ ഉണ്ടെന്ന് സങ്കല്പിച്ച് അവർ അഭിനയിക്കും അല്ലേ? അവർ ടീച്ചറായിട്ട് ഒരു വടിയൊക്കെ എടുത്ത് അഭിനയിക്കും. കണ്ടിട്ടില്ലേ? അതുപോലെ എന്തൊരു ഇതിലാണെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അവർ എന്ത് ചെയ്യാറുണ്ട്? അഭിനയിക്കാറുണ്ട് അല്ലെ? അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ശരിക്കും ചെയ്യുന്നത്. റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, അതായത് ഒരു ഹ്യൂമൻ ഇന്ററാക്ഷൻ ആണ്. നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ടാവും. ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾ തമ്മിൽ ഒരു നല്ല ഇന്ററാക്ഷൻസ് നടത്തി അതിനുശേഷം ഒരു ഇമാജിനറി സിറ്റുവേഷൻ അവർക്ക് കൊടുക്കും. ഒരു യാഥാർത്ഥ്യമല്ലാത്ത ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് അവിടെ അവര് റിയലിസ്റ്റിക് ആയിട്ട് അവർ എന്ത് ചെയ്യണം? ഒരു ബിഹേവിയർ കാഴ്ചവെക്കണം. അല്ലെങ്കിൽ എന്താ ചെയ്യാ? ശരിക്കും അത് അവർ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ അതവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു സിറ്റുവേഷൻ കൊടുക്കും. ആ ഒരു സിറ്റുവേഷനില് അവർക്ക്, അതായത് ഒരു പൊസിഷനിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ തിരിച്ചു. അപ്പൊ അവർക്കൊരു ഇന്നൊരു ഇമാജിനറി സിറ്റുവേഷൻ കൊടുക്കുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ? ആ ഒരു സിറ്റുവേഷനിൽ ഓരോരുത്തരും ഓരോരോ ജോലി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യുന്നു? അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഓരോരോ പൊസിഷനുകളിൽ ഇരുന്നിട്ട് അത് ഒരു ശരിക്കുമുള്ള ഒരു സിറ്റുവേഷൻ ആണോ? അല്ല. പക്ഷെ അവര് യഥാർത്ഥമായിട്ട് അവരെന്ത് ചെയ്യുന്നു? ഒരു റിയലിസ്റ്റിക് ബിഹേവിയർ അവരെ കാഴ്ചവെക്കുകയാണ് ചെയ്യുന്നത്. സോ ദിസ് മെത്തേഡ് ഓഫ് ട്രെയിനിങ് ഫോക്കസ് ഓൺ പ്രാക്ടിക്കൽ ആക്ഷൻ ബേസ്ഡ് ലേണിംഗ് ആണ് അല്ലെ? നമുക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കബിൾ ആയിട്ട് ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ ആ ഒരു ട്രെയിനിങ് സെക്ഷൻ കുറച്ചും കൂടി ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കൂട്ടാനും ഇൻട്രസ്റ്റ് കൂട്ടാനും സഹായിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഈ റോൾ പ്ലേയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കഥയോ കാര്യങ്ങളോ ഒരു സന്ദർഭം കൊടുത്തിട്ട് അഭിനയിച്ച് കാണിക്കാൻ പറയാറില്ലേ? അതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആയിരിക്കാം, അത് അഭിനയിച്ചു കാണിക്കാൻ പറയും അല്ലെ? അതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യുന്നു? ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവർക്കൊരു ഇമാജിനറി സിറ്റുവേഷൻ കൊടുക്കും, ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊടുക്കും. അത് അവർ എന്ത് ചെയ്യുന്നു? റിയലിസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യാണ് അല്ലെങ്കിൽ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡ് ശരിക്കും പ്രാക്ടിക്കബിൾ ആയിട്ട് വളരെ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ ആക്ഷൻ ബേസ്ഡ് ലേണിംഗ് ആണ്. പ്രവർത്തനത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ ഒരു മാനേജർ ആണെങ്കിൽ ആ മാനേജറിന് വേണ്ട ഒരു മാനറിസംസ്, അവരുടെ സംസാരങ്ങളിലെ കാര്യങ്ങൾ, അവർ ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ്, അവർ കൊടുക്കേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ അത് കാണുന്ന ആളുകളായിക്കോട്ടെ അവർക്ക് അതിനെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റില്ലേ? പറ്റുമോ? കുറച്ചും കൂടി നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ആ ഒരു ട്രെയിനിങ് കൊണ്ടുപോകാൻ പറ്റില്ലേ? ഇങ്ങനെ ഒരു മെത്തേഡുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഈ മെത്തേഡിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത് കേട്ടോ. കുറച്ചും കൂടി പ്രാക്ടിക്കബിൾ ആയിട്ട് ഒരു ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ദിസ് മെത്തേഡ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ ആൻഡ് റിലേഷൻ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്യുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മളോട് ഒരു ടീം വർക്ക് ആയിട്ട് ഒരു കാര്യം ചെയ്താൽ പറഞ്ഞാൽ നമ്മൾ ആ ടീമിലുള്ള ആളുകളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് ഇത് കഴിയുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നു, കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ ഓരോരുത്തരും എന്തൊക്കെ ജോലികൾ അല്ലെങ്കിൽ എന്താണ് ടാസ്ക് അല്ലെങ്കിൽ ഏത് റോളാണ് നമ്മൾ പ്ലേ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അവിടെ അതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു ഇന്റർപേഴ്സണൽ വ്യക്തിപരമായിട്ട് നല്ലൊരു ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്താനും ഈ ഒരു റോൾ പ്ലേ മെത്തേഡിലൂടെ സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ റോൾ പ്ലേ. ഓക്കെ, ക്ലിയർ ആണോ? ശരി. നെക്സ്റ്റ് മെത്തേഡാണ് നമ്മൾ എപ്പോഴും കാണുന്ന മെത്തേഡ് അല്ലെ? എപ്പോഴും കോമൺ ആയിട്ട് പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലെക്ചർ മെത്തേഡ്. കണ്ടിട്ടില്ലേ?
ലെക്ചർ മെത്തേഡ് നമുക്ക് എന്തൊരു ട്രെയിനിങ്ങിലും ആദ്യം നമ്മൾ എപ്പോഴും കാണുന്ന ഒരു മെത്തേഡ് തന്നെയാണ് അല്ലെ, ലെക്ചർ മെത്തേഡ്. The lecture is a traditional and a direct method of instruction. അപ്പൊ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക അല്ലെങ്കിൽ പരിശീലനം നൽകുന്നതിൽ ഏറ്റവും പുരാതനമായിട്ടുള്ളതും ഏറ്റവും ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ലെക്ചർ മെത്തേഡ് തന്നെയാണ്. നമുക്ക് ക്ലാസ് എടുത്തു തരിക അല്ലെ. The instructor organizes the material and gives into a group of trainees in the form of verbal lectures. അല്ലെ, അവരുടെ സംസാരത്തിലൂടെ നമുക്ക് ക്ലാസ് എടുത്തു തരികയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ ക്ലാസ് എടുത്തു തരുമ്പോൾ ആ ഒരു ട്രെയിനർ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ടർ എന്ത് ചെയ്യുന്നു, അതിനുള്ള മെറ്റീരിയൽസ് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നു. അത് ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അവർക്ക് എന്തിലൂടെ വെർബൽ ലെക്ചറിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. ദിസ് ഈസ് ദ ബെസ്റ്റ് സ്യൂട്ടഡ് ടു ട്രെയിൻ എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസ്. ഒരുപാട് ട്രെയിനീസ് ആ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ലെക്ചർ മെത്തേഡ് തന്നെയാണ് അല്ലെ. കുറച്ച് ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ റോൾ പ്ലേയിങ് ആണെങ്കിലും മറ്റേത് മെത്തേഡും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഒരുപാട് ആളുകളായി നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒരു റോൾ പ്ലേ ചെയ്യാൻ പറഞ്ഞ ഒരു മിനിമം ഒരു 5 ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ കൊണ്ടൊക്കെ ചെയ്യാനൊക്കെ സമയം ഉണ്ടാവും. അതേസമയം ഒരുപാട് ആളുകളുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അതിൽ കുറെ ഗ്രൂപ്പുകളെ തിരിക്കാനും അവരുടെ പെർഫോമൻസ് കാണാനൊക്കെ നമുക്ക് സമയം അത്രയും വലിയൊരു സമയം ഒരു ട്രെയിനിങ്ങിന് ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസ് ആണ് അതിൽ പങ്കെടുക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും, ഈ ഒരു ലെക്ചർ മെത്തേഡ് ഒക്കെ ആയിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഇൻസ്ട്രക്ടർ അതിനുവേണ്ടി മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നു. അത് അവര് വെർബൽ ആയിട്ടുള്ള ലെക്ചർ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന പോലെയുള്ള മെത്തേഡിലൂടെ ഇവർക്ക് ട്രെയിനീസിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. ക്ലിയർ ആണോ ലെക്ചർ മെത്തേഡ്? ഓക്കെ, അടുത്തതാണ് കോൺഫറൻസ്. കോൺഫറൻസ് കോളുകൾ വിളിക്കുക അല്ലെ. നമുക്ക് കോൺഫറൻസിലൂടെ പലതരത്തിലുള്ള ട്രെയിനിങ്സ് കിട്ടാറുണ്ട്. ഈസ് എ മെത്തേഡ് ഫോർ ക്ലറിക്കൽ, പ്രൊഫഷണൽ ആൻഡ് സൂപ്പർവൈസറി പേഴ്സണൽ. ഇപ്പൊ ഒരു ക്ലറിക്കൽ പരമായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറി ആയിട്ടുള്ള ചെയ്യുന്ന അങ്ങനെയുള്ള തരത്തിലുള്ള ജീവനക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദിസ് ഇൻവോൾവ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു പുട്ട് ഫോർത്ത് ഐഡിയാസ്, എക്സാമിൻസ് ആൻഡ് ഷെയർ ഫാക്ട്സ്, ഐഡിയാസ്, അസംഷൻസ് ആൻഡ് ഡ്രോ എ കൺക്ലൂഷൻ. അപ്പൊ ഇവിടെ അവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൺഫറൻസ് കോളുകളിലൂടെ അല്ലെങ്കിൽ കോൺഫറൻസ് നടത്തുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ ആശയങ്ങള് അതുപോലെ അവരുടെ എക്സാമിനേഷൻസ്, അവര് പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുള്ള ഫാക്ടുകള് അതുപോലെ തന്നെ അവരുടെ ഐഡിയാസ്, അവരുടേതായിട്ടുള്ള കൺക്ലൂഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അവർ ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മൾ അതിന്റെ എല്ലാ അവരുടെ ഇൻഫർമേഷൻസ് എല്ലാവരുടെയും നിന്ന് കിട്ടുമല്ലോ, അതിൽ നിന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് ശരിക്കും കോൺഫറൻസിലൂടെ ചെയ്യുന്നത്. Then the leadership quality of the person who leads the group determine the success of this method. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു നിഗമനങ്ങൾ അല്ലെങ്കിൽ അനുമാനങ്ങളിൽ നിന്നും ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ ഒരു കോൺഫറൻസിലൂടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഓഫ് ദ പേഴ്സൺ ഹു ലീഡ്സ് ദ ഗ്രൂപ്പ്, അതിലെ ആ ഒരു ഗ്രൂപ്പിലെ കുറച്ച് ആളുകളുണ്ടല്ലോ, അവരിൽ ഒരു വ്യക്തിയെയാണ് നമ്മളെ ലീഡർ ആയിട്ട് തിരഞ്ഞെടുക്കുക. ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഓഫ് ദ പേഴ്സൺ ഹു ലീഡ്സ് ദ ഗ്രൂപ്പ് ഡിറ്റർമൈൻ ദ സക്സസ് ഓഫ് ദിസ് മെത്തേഡ്. ആ വ്യക്തിയുടെ കയ്യിലാണ് ഈ ഒരു മെത്തേഡിന്റെ സക്സസ് ഇരിക്കുന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പ്, ഒരു കോൺഫറൻസ് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, പരസ്പരം അവരുടെ ആശയങ്ങള്, ഇപ്പൊ ഒരു വ്യക്തി, ഇപ്പൊ ഒരാൾ സംസാരിക്കുന്നു, അവരുടേതായിട്ടുള്ള കുറച്ച് ആശയങ്ങൾ ഉണ്ടാവും, അവർ കണ്ടെത്തിയതായിട്ടുള്ള കുറെ പരിശോധനകൾ നടത്തി കണ്ടെത്തിയതായിട്ടുള്ള കുറെ ഫാക്ട്സ് ഉണ്ടാവും, അവരുടെ ഐഡിയാസ് ഉണ്ടാവും, അവരുടെ അനുമാനങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം എന്ത് ചെയ്യാണ്, ഷെയർ ചെയ്യാണ് മറ്റുള്ളവരോട്. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ആ ഒരു അനുമാനത്തിലൂടെ അവരുടെ ആ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിന് കൺക്ലൂഷൻ നമ്മൾ അവിടെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പൊ അതിന് ലീഡ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിലാണ് ഈ ഒരു മെത്തേഡിന്റെ സക്സസ് നിർണ്ണയിക്കാൻ ഇരിക്കുന്നത്. മനസ്സിലായോ? ഒരു കോൺഫറൻസ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ക്ലറിക്കൽ, പ്രൊഫഷണൽ ആൻഡ് സൂപ്പർവൈസറി ജീവനക്കാർക്ക് അല്ലെങ്കിൽ അവിടെ ആ ഒരു എംപ്ലോയീസിനാണ് പ്രധാനമായിട്ടും ഇത് കുറച്ചും കൂടി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉൾപ്പെടുന്നുണ്ട്. അവരവരുടെ ഐഡിയാസ് ആയിക്കോട്ടെ, അവരുടെ പരിശോധനകളായിക്കോട്ടെ, അവരെന്ത് ചെയ്യുന്നു, അവരുടെ അതുമായി ബന്ധപ്പെട്ട ഫാക്ടുകള്, ഐഡിയാസ്, അവരുടെ അനുമാനങ്ങള്, അതുപോലെ ഇതെല്ലാം ഷെയർ ചെയ്യുകയും അതിലൂടെ ഒരു കൺക്ലൂഷനിലേക്ക്, നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയും ചെയ്യും.
ചെയ്യുന്നു. ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ആ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി, അദ്ദേഹത്തിന്റെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ആ ഒരു മെത്തേഡിന്റെ സക്സസിനെ നിർണ്ണയിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി കോൺഫിഡൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ലാസ്റ്റ് വൺ ആണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനിൽ in the recent years this method has become popular and the subject matter learned is being presented in a carefully planned sequential series. This method is expensive and time consuming. For a programmed instruction എന്ന് പറഞ്ഞാൽ in recent years this method has become popular. അപ്പോൾ വളരെ പോപ്പുലർ ആയിട്ട്, വളരെ റീസെന്റ് ആയിട്ട്, വളരെ ഇയേഴ്സ് ആയിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് ദ സബ്ജക്ട് മാറ്റർ ലേൺ, ഏത് സബ്ജക്ട് മാറ്റർ ആണോ നമുക്ക് പഠിക്കേണ്ടത്, is being presented in a carefully planned sequential series. വളരെ കെയർഫുള്ളി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു സീക്വൻഷ്യൽ സീരീസ് ആയിട്ട്. അതായത് നമുക്ക് എന്താണോ പഠിക്കേണ്ടത്, ഏത് സബ്ജക്ട് മാറ്റർ ആണോ പഠിക്കേണ്ടത്, അതിനെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സീക്വൻസുകളായിട്ട് തിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? വേർപെടുത്തും. അതിനുശേഷം ആ ഓരോ സീക്വൻസും, ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ നൽകുക. വളരെ സെൻട്രൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം, ഇപ്പോ ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആവാതെ നമുക്ക് മറ്റൊരുന്നിലേക്ക്, അതായത് അതുവരെ പഠിച്ച് പൂർത്തിയാവാതെ, ഇപ്പൊ ചില ഗെയിമുകളൊക്കെ അങ്ങനെയില്ലേ, ചിലത് ആ ഒരു ലെവൽ കംപ്ലീറ്റ് ആവാതെ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ അത്? നിങ്ങൾ ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ അറിയാൻ പറ്റും. ആ ഒരു മെത്തേഡ് തന്നെ എവിടെ ഫോളോ ചെയ്യുന്നത്. ആരും ഗെയിമൊക്കെ ആരും കളിക്കാറില്ല, നല്ല കുട്ടികളാണോ? അതാണോ? ഗെയിമൊക്കെ കളിക്കുമ്പോ എങ്ങനെയാ? ഒരു ലെവൽ അല്ലേ അവര് ഗെയിം ഇടുന്നേ? ആണോ? ആദ്യം സിമ്പിൾ ലെവൽ ആയിരിക്കും, അതിനുശേഷം കുറച്ചും കൂടി ഹയർ ആയിരിക്കും, അല്ലേ? അങ്ങനെയല്ലേ ഗെയിമുകൾ സെറ്റ് ചെയ്യുന്നേ? മൊബൈലിലൊക്കെ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ അറിയില്ലേ, കുട്ടികളൊക്കെ കളിക്കുന്നവരിട്ടില്ലേ? അപ്പൊ അതുപോലെ ഓരോ പഠിച്ച് പെർഫെക്റ്റ് ആയ മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ, ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെയും പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഏത് സബ്ജക്ട് മാറ്ററിനെ കുറിച്ചാണോ അവർക്ക് പഠിക്കേണ്ടത് അത് ചെറിയ ചെറിയ സീക്വൻഷ്യൽ സീരീസ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യും. അതിനുശേഷം ആദ്യത്തെ ലെവലിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അത് കംപ്ലീറ്റ് ആയി പൂർത്തിയായി നമ്മൾ പഠിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം ആ ലെവലും നമ്മൾ പൂർത്തിയാക്കി നമുക്ക് ഓക്കെ ആണ്, ആ ലെവലും എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ ലെവൽസ്, ഓരോരോ സീക്വൻഷ്യൽ സീരീസ് ആയിട്ട് നമ്മൾ പഠിച്ച് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി എടുക്കുന്ന ഒരു രീതിയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു മെത്തേഡ് പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്, അല്ലെ? കാരണം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വെബ് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വേണം. അപ്പൊ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ശരിയല്ലേ? ടൈം കൺസ്യൂമിങ് ആണോ? ഒരു ഗെയിം കളിക്കുമ്പോ ആദ്യത്തെ ചിലപ്പോ നമുക്ക് 1, 2, 3 പ്രാവശ്യമൊക്കെ ചിലപ്പോ തെറ്റാം, അല്ലേ? ആ തെറ്റുന്നതിലൂടെ നമ്മൾ കുറെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും, അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അടുത്തത് കുറച്ച് കാര്യങ്ങൾ പഠിക്കും, അല്ലെ? നമ്മൾ ഓരോ സ്റ്റേജിലൂടെയും നമുക്ക് കുറച്ച് പഠിച്ച് ചിലപ്പോൾ ഒരു 5, 6 പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. ശരിയല്ലേ? അപ്പൊ അതൊരു ടൈം കൺസ്യൂമിങ് ആണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് സമയം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെ? അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതിനനുസരിച്ചുള്ള സിസ്റ്റംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് എന്നാൽ പോലും ഇപ്പോ വളരെ റീസെന്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു മെത്തേഡ് കൂടിയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഒന്ന് വായിച്ചു നോക്കിയേ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ 2 മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡും ഓഫ് ദ ജോബ് മെത്തേഡുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുള്ള ഭാഗമാണ്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരുന്ന ഒരു ഭാഗം കൂടിയാണ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.
ശരി. നെക്സ്റ്റ് സെക്ഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ പ്രധാന ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്താണ്? ഫസ്റ്റ് നമ്മൾ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, അതിനുശേഷം ഡെവലപ്മെന്റിനെ കുറിച്ച് പറയണം അല്ലെ. എന്നിട്ട് അതിനുശേഷം നമ്മൾ രണ്ടിന്റെയും ഒരു ഡിഫറൻസും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ട്രെയിനിങ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. Training refers to an education process in which employees get a chance to develop skills, competency and learning as per the post-duty requirement. അതായത് ട്രെയിനിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമത്തെ വ്യത്യാസമാണ് കേട്ടോ. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവരുടെ കഴിവുകളും സ്കില്ലും നോളജും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ് ആണ് ട്രെയിനിങ്. ശരിയല്ലേ? അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട കഴിവുകളും നോളജും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ് അല്ലേ ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെ. അല്ലാതെ ആ ഒരു വ്യക്തിയുടെ ഓവറോൾ ആയിട്ടുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ളതാണോ? ആണോ? മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ളതാണോ? അല്ല അല്ലെ. അവരുടെ ആ ഒരു പർട്ടിക്കുലർ ജോബിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അല്ലെ, അതിനെ ബേസ് ചെയ്തുള്ള പരിശീലനമാണ് നമുക്ക് ലഭിക്കുക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള സ്കില്ലും നോളജും കോമ്പീറ്റൻസും ഒക്കെ ആ വ്യക്തിക്ക് വരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ശരി. രണ്ടാമത്തത്, സോ സിംപ്ലി വി ക്യാൻ സേ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് ആൻ എംപ്ലോയി. അപ്പൊ ഇതിനോട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, ഒരു എംപ്ലോയിയുടെ സ്കില്ലും നോളജും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ് ട്രെയിനിങ് എന്ന് പറയാം. അത് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെ, അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള നോളജും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കുക. Training is performed for improving knowledge and skill that are needed to carry out their existing job. ഇനി എന്താ ഈ ഒരു ട്രെയിനിങ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? ആ ഒരു എക്സിസ്റ്റിംഗ് ജോബ്, അവർ ഏത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, നിലവിൽ അവർ ഏത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള നോളജും സ്കില്ലുമാണ് നമുക്ക് ഇതിലൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കുക. That's why it is short term and time focused and for a fixed duration. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഷോർട്ട് ടേം ആണ് എന്ന് വെച്ചാൽ അതായത് മൊത്തത്തില ഒരു ഓവറോൾ ഒരു രീതിയിലുള്ള മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ് ഒന്നും നമ്മൾ ഇവിടെ നോക്കുന്നില്ല. ആ ഒരു പർട്ടിക്കുലർ ജോബിന് എന്ത് സ്കില്ല് വേണോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള നോളജ് ആണ് വേണ്ടത് അതിന് നമ്മളൊരു പരിശീലനം കൊടുക്കും. ഒരു കൃത്യമായിട്ടുള്ള ഫിക്സഡ് ഡ്യൂറേഷൻ ഉള്ളിൽ ഒരു പരിശീലനം കൊടുക്കും അല്ലെ. അതിലവർ സ്കിൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെയും അതിന് തന്നെയാണ് നമ്മൾ അവർക്ക് പരിശീലനം കൊടുക്കുക ആണോ? അല്ല. ക്ക് വേണ്ടിയിട്ടുള്ള ആ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റെന്ത് ആവശ്യമാണോ വരുന്നത് അതിനനുസരിച്ചുള്ള ഒരു സ്കില്ലും നോളജും വർദ്ധിപ്പിക്കാനുള്ള പരിശീലനം അല്ലേ നമ്മൾ അടുത്തത് കൊടുക്കുക. ശരിയാണോ? എല്ലാ തവണയും നമ്മൾ ഒരേ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കാനുള്ളതല്ലല്ലോ കൊടുക്കുന്നത്. ആ ഒരു ജോലിയുമായി ഇപ്പൊ ഒരു പുതിയ എക്യുപ്മെന്റ് കൊണ്ടുവന്നു, ആ എക്യുപ്മെന്റിനെ കുറിച്ച് അവിടുത്തെ ആർക്കും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു പരിശീലനം കൊടുക്കും. ആ എക്യുപ്മെന്റിനെ കുറിച്ച് പ്രവർത്തിക്കാനും അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് അറിവും സ്കില്ലും കൊടുക്കാൻ വേണ്ടി ഒരു ട്രെയിനിങ് നമ്മൾ കൊടുത്തു. അത് വളരെ ഫിക്സഡ് സമയത്തിനുള്ളിൽ അവിടെയുള്ള ജീവനക്കാർക്ക് നല്ല സ്കില്ലും നോളജും ഒക്കെ കിട്ടി. അവരതിന് വളരെ നല്ല കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. പിന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതേ എക്യുപ്മെന്റിന് വേണ്ടി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും അതിന്റെ നോളജ് കിട്ടാൻ വേണ്ടി കൊടുക്കോ? അടുത്ത എന്താണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് അല്ലേ? ശരിയാണ് മിസ് പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അടുത്ത എന്താണ് അവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്നത്? അതിലേതിലൊക്കെയാണോ അവിടെയുള്ള ജീവനക്കാർക്ക് അറിവില്ലാത്തത് അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ അടുത്ത ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ അത് ഇപ്പോഴും ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് ഡ്യൂറേഷനിൽ വളരെ ഷോർട്ട് ടൈം ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെ ട്രെയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എപ്പോഴും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അതാണ് നമ്മൾ ആദ്യമേ കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് ട്രെയിനിങ് അവർക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. പക്ഷെ എങ്ങനെയാ, പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശീലനമാണെന്നാണ് വ്യത്യാസം. Okay, then mainly it is the result of initiatives taken by the management and it is a result of outside motivation. അപ്പൊ ശരിക്കും ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് അവരുടെ മാനേജ്മെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന കാര്യമാണ്. ശരിയല്ലേ? അവരുടെ മാനേജ്മെന്റ് അല്ലേ അത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത്?
ആണോ? അതെ, ആ എംപ്ലോയീസ് ഇനിഷ്യേറ്റീവ് എടുത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ ഒരു മാനേജ്മെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു റിസൾട്ട് ഓഫ് ഔട്ട്സൈഡ് മോട്ടിവേഷൻ ആണ്. ആണോ? ആ എംപ്ലോയി നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അവർക്ക് പുറമേ നിന്നല്ല ഒരു പ്രചോദനം കിട്ടുന്നത്. ശരിയല്ലേ? ഈ ഒരു ട്രെയിനിങ് വഴി പുറമേ നിന്നൊരു പ്രചോദനമാണ് അവർക്ക് കിട്ടുന്നത്. അല്ലാതെ അവരുടെ ഉള്ളിൽ തോന്നി അവർ സ്വയമായിട്ട് സെൽഫ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷനെ പുറത്ത് ചെയ്യുന്നതാണോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്? അല്ല. അവർക്കൊരു മാനേജ്മെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെയുള്ള പരിശീലനം കൊടുക്കുന്നു. അതൊരു ഔട്ട്സൈഡ് മോട്ടിവേഷൻ ആണ്. പുറമേ നിന്ന് ബാഹ്യമായിട്ട് അവർക്ക് ഒരു പ്രചോദനം ലഭിക്കുന്നു അതിലൂടെ. അപ്പോൾ അവർ നന്നായിട്ട് എന്ത് ചെയ്യുന്നു? പെർഫോം ചെയ്യുന്നു. അപ്പൊ പല രീതിയിലുള്ള മോട്ടിവേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇനി ട്രെയിനിങ് അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളാണ് നമ്മൾ ഡിഫറൻസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇത്. മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം നമ്മൾ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് ഇതിന്റെ വ്യത്യാസങ്ങൾ, പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ഇത്ര കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ് ആണ്. എന്താണ് അവർ നിലവിലും ഏത് ഡ്യൂട്ടിയിലാണോ ഏത് ജോബിലാണോ വർക്ക് ചെയ്യുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അറിവും കഴിവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്പ് ചെയ്യാനായിട്ട് എംപ്ലോയീസിന് കിട്ടുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഒരു എംപ്ലോയി ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു എക്സിസ്റ്റിംഗ് ജോബ് ഏതാണോ അത് നന്നായി ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് സ്കില്ലും നോളജും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു പ്രകടനമാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഡ്യൂറേഷനിൽ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ട്രെയിനിങ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് ആദ്യമേ പഠിച്ചത്. അപ്പൊ ഒരു ഡൗട്ട് വരാൻ പാടില്ല കേട്ടോ. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? പരിശീലനങ്ങൾ അവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഡിഫറെന്റ് ആയിട്ടുള്ള മാറ്റേഴ്സിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് സബ്ജക്റ്റുകൾക്കുള്ള പരിശീലനമാണ് കിട്ടുന്നത്. ആ സബ്ജക്റ്റുകൾക്കുള്ള പരിശീലനം വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ ഒരു ഫിക്സഡ് ഡ്യൂറേഷനിൽ വളരെ ഷോർട്ട് ടേം ആയിട്ടാണ് നമ്മൾ ഒരു കാര്യത്തിനുള്ള പരിശീലനം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനുള്ള പരിശീലനങ്ങൾ അവർക്ക് ഇതുപോലെ തന്നെ ഷോർട്ട് ടേം ആയിട്ട് അതിന് നൽകുന്നുണ്ട്. ആ മെയിൻലി ഇത് അവരുടെ മാനേജ്മെന്റിന്റെ ഇനിഷ്യേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എന്തിന്റെ റിസൾട്ടോട് കൂടി ഒരു ഔട്ട്സൈഡ് മോട്ടിവേഷന് പുറത്താണ് ഇവർക്ക് ഒരു പ്രചോദനം അല്ലെങ്കിൽ ഈ ട്രെയിനിങ് വഴി അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കി ട്രെയിനിങ്. ഓക്കെ, നമുക്ക് ഡെവലപ്മെന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. സമയമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡെവലപ്മെന്റ് വികസനം അല്ലെ? ഇവിടെ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ജീവനക്കാരന്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ് ആണ്. അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വളർച്ചയെ കുറിച്ചും അവരുടെ വളർച്ചയെയും കഴിവുകളെയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മറ്റു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വളരെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങളായിരുന്നു. ഇവിടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു വ്യക്തി എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ഉണ്ടല്ലോ ആ എംപ്ലോയിയുടെ മൊത്തത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള വളർച്ചകളും കഴിവുകളും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ വരെയും ട്രെയിനിങ് വരെയും ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മിസ്സിനോട് ചോദിച്ചാൽ മതി. താങ്ക് യു.